ആശിഷ് നന്നായിട്ട് വന്നിട്ടില്ല. പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം കുഴപ്പമില്ല, സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊക്കെ ഒരു സ്റ്റോറിയൊക്കെ പോലെ കേട്ടോ. പക്ഷേ നല്ല ഡയറക്ഷൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, പടം നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ വിസ്പേക്ക് ഇപ്പോൾ എടുത്ത് പറയേണ്ടത് ആന്റണി പെരുമാറിൻ്റെ മോനും നല്ലൊരു കിടിലൻ റോൾ ചെയ്തിട്ടുണ്ട്. അവനെ വെച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനെ ബാക്കി ആസ് യൂഷ്വൽ നമ്മൾ കണ്ട കഥകളൊക്കെയാണ്. ഇനി വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇല്ല വിസ്മയം നല്ലതായിട്ടുണ്ട്, ആശിഷും നന്നായിട്ടുണ്ട്, കിടിലനായിട്ടുണ്ട്. അവരുടെ രണ്ട് പെർഫോമൻസ് കിടുപ്പനായിട്ടുണ്ട്. കഥ ആസ് യൂഷ്വൽ പോകുന്നു. ഇനി പ്രതീക്ഷിക്കുന്നു നല്ല ആക്ഷൻ പടമായിരിക്കും. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ത്രില്ലറായിട്ടാണ് പടം ഇത്ര നേരം കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ. ആശിഷ് നന്നായിട്ട് വന്നിട്ടില്ല, അതിൻ്റെ വന്നിട്ടില്ല, ഇൻ്റൊന്നും വന്നിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ഒരു ഇതുവരെ ഇന്റർവെൽ സിനിമ മെയിൻ ട്രാക്കിലേക്ക് കിടക്കുവാണ്. ഇത്തിരി എൻഗേജിങ് ആണ്, എന്നാൽ ഒരു ഗ്രിപ്പിംഗ് ആയിട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫ് ബാക്കി സെക്കൻഡ് ഹാഫ് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അവസാനം വരെ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റില്ല. ഫൈറ്റ് കാണിച്ചിട്ടില്ല. ത്രില്ലിങ് മൊമെന്റ്സ് മൊത്തം കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ നിർത്തിയേക്കാണ്. സ്റ്റോറിയൊന്നും അല്ല, അടിപൊളി, ഒന്നും പറയാനില്ല. ഓക്കെ. പിന്നെ ജൂഡിന്റെ മേക്കിംഗ് ആയതുകൊണ്ടേ പുള്ളി ഈ സ്ക്രിപ്റ്റ് എടുത്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ആ ഒരു പ്രതീക്ഷ വരുന്നുണ്ടോ? തീർച്ചയായും നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ അറിയാൻ പറ്റുള്ളൂ ഫൈറ്റ് ആണ് എന്താണെന്നുള്ള കാര്യം. നമുക്ക് ത്രില്ലടിച്ച് നിർത്തിയേക്കാണ് സംഭവം. ഫസ്റ്റ് അല്ല, നമുക്ക് അതിന്റെ ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിക്കണെന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ല. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് അത് കാണിച്ചത്. നമ്മളിപ്പോൾ മറ്റേ സ്റ്റേജിൽ കണ്ട പോലെയുള്ള ഫിയറിങ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണില്ല. നല്ല ആ ചിരി തന്നെ കാണാൻ നല്ല രസമുണ്ട്. നമുക്കൊരു അത് ഒരു ദിവസം നടക്കുന്ന കഥയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അടിപൊളിയാണ്. എന്താ പറയുക, നമ്മുടെ വിസ്മയ മോഹൻലാലാണെങ്കിലും അതുപോലെ തന്നെ സായ്കുമാർ ആണെങ്കിലും നല്ല രസമാണ്. ബോണ്ടിങ് ഒക്കെ അടിപൊളിയാണ്. മാരക പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പറയരുത്, പക്ഷേ അടിപൊളിയാണ്. ഇൻ്റർവെല്ലായിട്ടുള്ളൂ കേട്ടോ. ഇൻ്റർവെല്ലായിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ത്രില്ലാണ്. പിന്നെ മനോജ് കെ ജയനുണ്ട്, ജാഫർ ഇടിക്കുന്നുണ്ട്. ബാക്കിയുള്ള റിവീലിംഗ് ആയിട്ടില്ല. ലാലേട്ടൻ കാണിച്ചിട്ടില്ല. അതൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തുടക്കക്കാരി രീതിയിൽ നമുക്ക് കാണണം. കാരണം എന്നാലും നമുക്ക് ഇവരുടെ അഭിനയത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്താൻ പറ്റുള്ളൂ. എപ്പോഴും തുടക്കക്കാരായിട്ട് തന്നെ കാണണം. കാരണം നമുക്ക് അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഇത്ര നേരം നല്ല ത്രില്ലായിട്ടാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആന്റണി പെരുമാറിൻ്റെ മകനെ ഫേസ് കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. നല്ല രസമാണ്. അത് സംസാരിച്ചിട്ടില്ല, പക്ഷെ അവൻ്റെ ബിഹേവിയർ അടിപൊളിയാണ്. പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം കാണണം, പടം കണ്ടാലേ പറ്റുള്ളൂ. എന്തായാലും ഫൈറ്റ് ഉണ്ടാവും, ഉറപ്പാണ്.